ഓം ശാന്തി. ഞാൻ സ്വയം തന്നെ എൻ്റെ ദിവ്യനേത്രത്തിലൂടെ കാണുന്നു. ഭൃഗുടി മധ്യത്തിലിരിക്കുന്ന ഞാൻ ഒരു പ്രകാശപുഞ്ചമാണ്. അനന്ത ശക്തിവാൻ ആത്മാവാണ്. ജ്ഞാനചേതനയാൽ സമ്പന്നമായ അലൗകിക ദിവ്യശക്തിയാണ്. സത്യമായ ഈശ്വരീയ ജ്ഞാനത്തിലൂടെ എൻ്റെ സത്യസ്വരൂപത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതമാകുന്നു. എൻ്റെ ശ്രേഷ്ഠ കർമ്മത്തെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എനിക്ക് ബാപ്പു സമാനം മാസ്റ്റർ ജ്ഞാനസൂര്യനായി ജ്ഞാനപ്രകാശത്തെ മുഴുവൻ വിശ്വത്തിലേക്കും പരത്തണം. അജ്ഞാന അന്ധകാരത്തെ ഇല്ലാതാക്കണം. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളുടെ മംഗളം ചെയ്യണം. ഞാൻ ആത്മാ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ചിറകുകൾ കൊണ്ട് ആത്മീയ ലോകത്തിലേക്ക് പറന്നുയരുന്നു. ചൈതന്യ നക്ഷത്രങ്ങളുടെ ലോകമായ പരമധാമത്തിലെത്തുന്നു. ഇവിടെ 4 ഭാഗത്തും ചുവന്ന പ്രകാശമാണ്. മുന്നിൽ തേജോമയ ശിവബാബയുടെ അസംഖ്യ രശ്മികൾ മുഴുവൻ പരമധാമത്തിലും വ്യാപിച്ചിരിക്കുകയാണ്. ജ്ഞാനസൂര്യനിൽ നിന്നും അസംഖ്യ രശ്മികൾ ഞാൻ ആത്മാവിൽ സമാഹരിക്കപ്പെടുന്നു. ജ്ഞാനരശ്മികളിൽ ഞാൻ മുങ്ങിയിരിക്കുകയാണ്. ദിവ്യജ്ഞാനത്താൽ ഭർപൂറാകുന്നു. പരമാത്മ ദിവ്യജ്ഞാനം ആത്മാവിൽ ദിവ്യചേതനയായി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് അറിയുന്നു. കർമ്മങ്ങളുടെ ഗുഹ്യഗതിയും മനസ്സിലാക്കുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനായിക്കൊണ്ടിരിക്കുന്നു. ബാപ്പു സമാനം തേജോമയമായിരിക്കുന്നു. ഈ ജ്ഞാനകസ്തൂരി വിശ്വത്തിലെ സർവ ആത്മാക്കളിലേക്കും എത്തിക്കണം. സർവരും ഈശ്വരീയ ജ്ഞാനത്തിൽ സമ്പന്നമാകണം. ഈ ശ്രേഷ്ഠ ലക്ഷ്യത്തിലൂടെ മാസ്റ്റർ ജ്ഞാനസൂര്യനായി ഞാൻ വിശ്വഗ്ലോബിൻ്റെ മുകളിലിരിക്കുന്നു. എനിക്ക് ചുറ്റും പ്രഭാമണ്ഡലം അനന്തതയിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ദിവ്യജ്ഞാനത്തിൻ്റെ അനന്ത കിരണങ്ങൾ വിശ്വഗ്ലോബിലേക്ക് വ്യാപിക്കുന്നു. വിശ്വത്തിലെ ആത്മാക്കളിൽ ജ്ഞാനചേതന ജാഗൃതമാകുന്നു. അജ്ഞാനാന്ധകാരം ലയിച്ചില്ലാതാകുന്നു. 4 ഭാഗത്തും പ്രകാശം പരന്നിരിക്കുന്നു. ഞാൻ സാകാരവദനത്തിൽ പ്രവേശിച്ച് സ്ഥൂല ശരീരത്തിൽ മസ്തകമധ്യത്തിൽ വിരാജമാനാകുന്നു. സാകാരത്തിലിരുന്ന്
ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനായി ജ്ഞാനചേതനയിലൂടെ സർവർക്കും സത്യമായ ഈശ്വരീയ ജ്ഞാനം നൽകുകയാണ്. ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മാസ്റ്റർ ജ്ഞാനസൂര്യനാകുന്നു. മുഴുവൻ വിശ്വത്തിനും കല്യാണത്തിൻ്റെ പ്രകാശം നൽകുന്നു. ഞാൻ ബാബയിലൂടെ ജ്ഞാനത്തിൻ്റെ കസ്തൂരി പ്രാപ്തി ചെയ്യുന്നു. അത് മറ്റുള്ളവർക്കും നൽകുന്നു. സ്നേഹത്തോടെ മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നു. ഓർമ്മയിലിരിക്കുന്നതിലൂടെ ഞാൻ ശാന്ത സ്വഭാവമുള്ളതാകുന്നു. വളരെ മധുരമാകുന്നു. ആത്മീയ അച്ഛൻ എന്നെ വിവേകശാലിയാക്കുന്നു. വാസ്തവത്തിൽ ഞാൻ ദേവതയാകുന്നു. ഞാൻ ശബ്ദത്തിൽ നിന്നും നിശബ്ദമായി കഴിയുന്നതിൻ്റെ അഭ്യാസം ചെയ്യുന്നു. ഓരോ കാര്യത്തിലും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. സത്യം സത്യമായ സന്ദേശവാഹകനാകുന്നു. ഞാൻ കേവലം ശാന്തമായി ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. സന്ദേശം നൽകുന്നു. ഞാൻ താല്പര്യത്തോടെ സേവനം ചെയ്യുന്നു. ഒരിക്കലും സേവനത്തിൻ്റെ അഹങ്കാരമില്ല. മറ്റുള്ളവർക്കും ജ്ഞാനത്തിൻ്റെ കസ്തൂരി നൽകുന്നു. പരസ്പരം ഓർമ്മയുണർത്തുന്നു. എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും സന്തോഷമുണ്ടാകും. സ്വഭാവം നല്ലതാകുന്നു. ഞാൻ യോഗബലത്തിലൂടെ സമ്പൂർണ്ണ പവിത്രമാകുമ്പോൾ തിളങ്ങുന്നു. ഭൂമിയിലെ ചൈതന്യ നക്ഷത്രങ്ങളാകുന്നു. മുഴുവൻ വിശ്വത്തെയും പ്രകാശിപ്പിക്കുന്നു. എനിക്ക് ബാബയിൽ നിന്നും അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ലോട്ടറി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ ജന്മം വജ്രസമാനമാണ്. ബാബ ആശീർവദിക്കുന്നു. സദാ ശാന്തരായി മാറട്ടെ. ചിരഞ്ജീവി ഭവ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ചിരഞ്ജീവിയാകുന്നു. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ഈ ശരീരം ഉപേക്ഷിച്ച് ഞാൻ ശിവബാബയുടെ അടുത്തേക്ക് പോകും. പിന്നീട് സ്വർഗവാസിയാകും. ബാബ അതിമധുരവും സ്നേഹിയുമാണ്. എനിക്കും അതുപോലെയാകണം. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നു. ഞാനിപ്പോൾ കർമ്മങ്ങളുടെ കണക്ക് ശരിയാക്കുന്നു. ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയും നരകമാണ്. ഇതിനെ സ്വർഗമാക്കാൻ ബാബയ്ക്ക് വരേണ്ടി വന്നു. ബാബ വളരെ സ്നേഹത്തോടെ കുട്ടികളുടെ സേവനത്തിനായി വരുന്നു. മുഴുവൻ സൃഷ്ടിയിലേക്കും മനുഷ്യരാശിയിലേക്കും ബാബയുടെ ദൃഷ്ടി പോകുന്നു. മുഴുവൻ വിശ്വത്തിനും സായുജ്യം നൽകുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ ഞാൻ സമയത്തെ സഫലമാക്കുന്നു. എൻ്റെ പക്കൽ വ്യർത്ഥമായി കളയാനുള്ള സമയമില്ല. ഞാനിപ്പോൾ ബാബയുടെ സഹായിയാണ്. കേവലം സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. സന്ദേശം എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ രാജ്യപദവി ലഭിക്കും. ഞാനിപ്പോൾ ദേവതകളെക്കാളും ശ്രേഷ്ഠമായ ബ്രാഹ്മണനാണ്. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ലോട്ടറി കിട്ടിയിരിക്കുന്നു.
ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. മനസ്സുകൊണ്ട് മഹാദാനം ചെയ്യുന്നതിലൂടെ എല്ലാ സങ്കല്പങ്ങളിലും സഫലത പ്രാപ്തമാക്കുന്ന മാസ്റ്റർ സർവശക്തിവാനാകുന്നു. മനസ്സുകൊണ്ട് ശക്തികളുടെ ദാനം ചെയ്യുന്നവർക്ക് മാസ്റ്റർ സർവശക്തിവാൻ എന്ന വരദാനം ലഭിക്കുന്നു. സങ്കല്പങ്ങളിൽ വളരെയധികം ശക്തി ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ ഓരോ സങ്കല്പവും സഫലമാകുന്നു. സങ്കല്പങ്ങൾ നിയന്ത്രണത്തിലാകുന്നു. ചഞ്ചലമായ സങ്കല്പങ്ങളുള്ളവരെ പോലും കുറച്ച് സമയത്തേക്ക് ശാന്തരും അചഞ്ചലരുമാക്കാൻ സാധിക്കുന്നു. നിരന്തരം ഒരേ ഒരു ബാബയുടെ കൂട്ടുകെട്ടിലിരിക്കുകയാണെങ്കിൽ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും രക്ഷപ്പെടാനാകും. ഓം ശാന്തി.